എല്ലാവരും ഒരു കാര്യം ഇന്നാണ് പോകുന്നത് ബാറ്റിൽ ത്രൂ ദ ഹെവൻ എന്ന ആനിമെന്റെ എപ്പിസോഡ് 162 അപ്പോൾ അതിനുമുമ്പ് എല്ലാവർക്കും ഒരു ഓണാശംസകൾ അങ്ങോട്ട് പിടി. കഴിഞ്ഞിനി പറയാൻ പറ്റാതിരുന്നത് ഇപ്പൊ പറയാം. അപ്പോൾ സമൃദ്ധിയുടെയും സമ്മർദ്ദ അങ്ങനെയുള്ള ഒരു ഓണം നിങ്ങൾക്ക് ആവട്ടെ. നിങ്ങളുടെ ഓണമൊക്കെ എങ്ങനെ പോകുന്നുണ്ട്? നമുക്കൊക്കെ എന്ത് ഓണം എന്നൊക്കെ പറയാൻ വരുന്നവരുടെ അടുത്ത് കൈയിരിക്കുന്ന ഫോണൊക്കെ എടുത്ത് മാറ്റിയിട്ട് വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ ഈ ഓണം കഴിഞ്ഞ പിന്നെ ഡെയിലിയാണ് ഞാൻ വീട് ഇടാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ എപ്പിസോഡിൻ്റെ ആദ്യം തന്നെ ശിവനവരൊക്കെ തിരികെ ഫാളിൻ സ്റ്റാർ പവറിലേക്ക് പോകുന്നതാണ്. പ്യൂരിഫൈ ലോട്ടസ് ഫ്ലെയിം മാപ്പ് അത് കിട്ടാൻ പാടാകും എന്ന് കരുതിയെന്ന എളുപ്പത്തിൽ കിട്ടിയത് പറയുമ്പോൾ മുൻപ് കണ്ട അവർ സ്പൈ ചെയ്യുന്നുണ്ടായിരുന്നു. ആദ്യം മുതൽ തന്നെ ചിലപ്പോൾ അതൊരു പ്രശ്നമാകും. അപ്പോഴാണ് ഒരു ചിരി അവർ നിന്ന സ്ഥലം എന്തോ ഒരു ഷീൽഡ് പോലെ കൊണ്ട് മറിഞ്ഞു. യാവച്ചെന്നി ലൈഫിലേക്ക് തിരിച്ചു വരും എന്ന് കരുതിയില്ല. വേറൊരുത്ത അങ്ങോട്ട് വന്നിട്ട് 2 എക്സ്ട്രാ ഓർഡിനറി ബ്യൂട്ടിഫുൾ ഗേൾസ് എനിക്ക് എൻകൗണ്ടർ ചെയ്യാനുള്ള ആഗ്രഹം അത് കയറി വരികയാണ്. മാസ്റ്റർ കണ്ടിട്ട് ടൈൻഹീസിയും റെൻഹീസിയും അവർ റെയിൻ ക്ലൗഡ് സെറ്റിൽ നിന്നാണ്. അതൊരു ഈവൽ ഡീമൺ സെറ്റാണ്. പറഞ്ഞു വന്ന സോൾ ഹാളെ പോലെയാണെങ്കിലും അതുമായിട്ടൊരു ബന്ധമില്ല. അവിടെ ഉള്ളതെല്ലാം ഫീമെയിൽ ഡിസിപ്ലിൻസ് ആണ്. അതിലെ മെയിൻ 3 എൽഡേഴ്സ് അല്ലെങ്കിൽ 3 ഓൾഡ് ഡീമൺസ് ആണ് ഇവര്. 3 പേരും ഉണ്ട്, ഇന്ന് ഇതിൽ 2 പേരെ ഉള്ളു. ആ ഫീമെയിൽ ഡിസിപ്ലിൻസിന്റെ ഡൗക്കി ഇവരെ കൾട്ടിവേഷൻ ചെയ്താണ് വളരുന്നത്. അങ്ങനെയാണ് ഇവർ സ്ട്രോങ് വന്നത്. വെറുതെ കയറി എടുക്കാൻ കഴിയില്ല. അവരൊരു ഇന്റർകോഴ്സ് ചെയ്ത് രീതിയിൽ മാത്രമേ ചെയ്യാൻ കഴിയൂ. പറഞ്ഞു വന്ന റെയിൻ ക്ലൗഡ് സെറ്റിലെ ഫീമെയിൽസ് ഡിസിപ്ലിൻസ് എല്ലാവരും ഇവർക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യണമെന്ന് യാവച്ചനോട് ആ മാപ്പ് തരാനായിട്ട് പറയുന്നുണ്ട്. എന്നാൽ കൊടുക്കില്ല. എല്ലോ എനിക്ക് വേറെ ഒന്നുമില്ല, ചെയ്തേക്ക്. മറ്റവന്റെ ചിരി. യാവച്ചൻ നിന്നെ നമുക്ക് പേടിയാകുമെന്നാണ് നീ വിചാരിക്കുന്നത്? ഇത് നിന്റെ സ്ഥലമല്ല എന്ന് പറഞ്ഞു വരുന്നുണ്ട്. മാസ്റ്റർ അവന് നേരെ ഒരു സ്കില്ല് അത് യൂസ് ചെയ്യണം. ഒരു വലിയൊരു ഹാൻഡ് അത് നേരെ വന്നിടിച്ച് അവനെ എതിർക്കാൻ പോയി അവസാനം കൂട്ടിയിടിച്ച് നോക്കുമ്പോൾ മാസ്റ്ററിനെ അതിനുള്ളിലാക്കിയിട്ട് മറ്റവരെ പുറത്താക്കി. നമ്മൾ നേരിട്ടാന്ന് ചാവും കാണാം എന്ന് പറഞ്ഞ് അവരുടെ ഡൗക്കി അത് അവൻ എടുക്കുകയാണ്. മാസ്റ്റർ ഷോക്ക്. ഇവര് ഹൈറ്റ് ചെയ്യുകയായിരുന്നു അവരുടെ സ്ട്രെങ്ത്. ചെയ്യുവാൻ ഓർത്താണ് ടെൻഷൻ. ഈ സമയം റെൻഹീസി പുറത്ത് വരുന്ന കണ്ട് ഷോക്ക്. അവനൊരു പീക്ക് 1000 ആണ്. ഈ 1000 ലെവലിൽ തന്നെ 3 ആയിട്ടാണ് തിരിക്കുന്നത്. ലോ, മിഡ്, ഹൈ. അതുപോലെ പറയാം. അവരെ കുറിച്ച് എന്തോ പറയുന്നതും അവർ ഫൈറ്റിന് റെഡിയായി. ശിവൻ ഡ്രാഗനെ എടുത്ത് വന്ന് മറ്റവൻ തല അത് കണ്ടിട്ട് സ്കോർപ്പിയൻ ആണെന്ന് തോന്നുന്നു. അത് ചേട്ടാനും അവരുടെ ഫൈറ്റ് പിന്നെ തുടങ്ങി. അവൻ വിചാരിച്ചതുപോലെ ആയിരുന്നില്ല. അവനൊരു പീക്ക് 1000 ആണ്. എങ്കിലും 1003 ആയിട്ട് ഉള്ളത്. അതായത് 3 സ്റ്റാർ അല്ല, ലോ ലെവലും മിഡ് ലെവല് ഹൈ ലെവല്. അതിൽ മിഡ് ലെവലാണ് അവനുള്ളത്. അതുകൊണ്ട് തന്നെ പീക്ക് 1000 പുറമെ അവൻ സ്ട്രോങ് ആണ്. അങ്ങനെ ശിവനും കിട്ടി. ക്യൂൻ മെഡിസൈസിയാന് ഫൈറ്റിനായിട്ട് പോയി. അവൻ വേണം എന്ന് പറഞ്ഞാണ്. അവരുടെ ഡൗക്ക് വളരെ സ്ട്രോങ് ആണ്. കൾട്ടിവേഷൻ എന്നൊക്കെ പറഞ്ഞാണ് ചെല്ലുന്നത്. ശിവൻ കണ്ടിട്ട് മാസ്റ്റർ പെട്ടെന്ന് വരില്ല, ഇങ്ങനെ പോയാൽ പറ്റില്ല എന്ന് മനസ്സിലാക്കിയിട്ട് അവൻ 3 മിസ്റ്റീരിയസ് ചേഞ്ച് അതെടുത്തു. അതോടെ അവന്റെ ലെവൽ 1000 പീക്കായി. എന്നിട്ട് ചെല്ലുവാണ്. എന്തൊരു ട്രിക്ക് ഉണ്ടല്ലോ എന്ന് അവന് പറഞ്ഞിട്ട് നേരെ വരുന്നുണ്ട്. കുറച്ചു നേരം നോക്കി. എന്നിട്ട് പോലും റെൻഹീഷിനെ നേരെ ഫൈറ്റ് ചെയ്യാൻ അവന് പറ്റുന്നില്ല. അവർ വന്ന് ചോദിക്കുന്നുണ്ട്, എനിക്ക് കുറച്ച് ടൈം താ. അവരൊക്കെ എന്ന് പറയുമ്പോൾ അവന്റെ പിറകെ നിൽക്കത് എന്റെ കൂടെ വാ എന്ന് മറ്റവേ. ഇതെല്ലാം കേട്ട് കലിപ്പായിട്ട് ഈശ നേരെ ഫൈറ്റിനായിട്ട് പോയി. അതുപോകെ ഫ്യൂർമെഡ്സ് വളരെ സ്ട്രോങ് ആണ്. എന്റെ സെമകളുടെ സാലം പൈത്തനെ കൊണ്ട് തടയാൻ പറ്റുമെന്ന് എനിക്കത് നോക്കണം എന്ന് പറഞ്ഞ ആ ഫോം എടുത്തിട്ട് പോയി. അവനും ഒരുമാതിരി സംസാരം. അവരെ നേരെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ആ 2 പേരെ അവനെ എതിർക്കുകയാണ്. ഒന്ന് സെമകളുടെ സാലമി പൈത്തന്റെ മറ്റൊന്ന് പോയിസൺകളും വളരെ യുണീക്കായ 2 എന്നാൽ അവർ 2 എന്റെ നിന്ന് ഓടി ഒളിക്കുന്നു എന്ന് പറഞ്ഞ അവരുടെ നേരെ ഫൈറ്റിനായിട്ട് പോകെ പെട്ടെന്നൊരു പൊട്ടിത്തെറുവര് നോക്കുമ്പോൾ ശിവൻ ഹെവൻലി ഫ്ലെയിം അതെടുക്കണം. ഹെവൻലി ഫ്ലെയിമോ അവന് പിടിക്കാനായിട്ട് പോയി ആ തടയാനായിട്ട് ക്യൂൻ മെഡിസൈസ് ചെയ്യാനും. ശിവൻ അപ്പോൾ നിനക്ക് വേണ്ടി ഒരു എക്സ്പെരിമെന്റ് ആയിട്ട് 5 ഫ്ലെയിം വെച്ച് ലോട്ടസ് ഫ്ലെയിം ഉണ്ടാക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാണ് ചെയ്യുന്നത്. ആൾറെഡി അവന് 4 ഹെവൻലി ഫ്ലെയിമാണ് ഉള്ളത്. ശിവന് പിന്നെ ഉള്ളത് അതൊരു ഫേക്കായ ഒരു ഫ്ലെയിമാണ്. ഇമിറ്റേറ്റ് ചെയ്ത് ഹെവൻലി ഫ്ലെയിം പോലെ ആക്കാൻ പറ്റുന്ന ഒന്ന്. അതൊരു ഹെവൻലി ഫ്ലെയിം ആയിട്ട് കൂട്ടില്ല എന്നാൽ അങ്ങനത്തെ രീതിയിലാവും. അതിന് ലൈഫ് ട്രാൻസ്ഫോമിങ് ഫ്ലെയിം എന്നാണ് പറയുന്നത്. ഡീമൺ ഫ്ലെയിം വാലി എന്ന് കിട്ടിയത് ഓർമ്മയുണ്ടോ എന്നറിയില്ല. ആ എപ്പിസോഡ് പോയി കണ്ടാൽ മനസ്സിലാവും. അവന് നേരെ വിട്ടാറ്റേക്ക് അവർ വന്ന് തടഞ്ഞ. അപ്പോഴേക്കും മാസ്റ്റർ ടൈൻഹീസിനെ അടിച്ച് പുറത്താക്കി. നീ അവരെ പിടിച്ചില്ല, അടുത്തടിയിൽ അവനെ കൊണ്ടുപോയി. അതുകൊണ്ട് ടെൻഷനായിട്ട് ഇത് പെട്ടെന്ന് തീർക്കണമെന്ന് പറഞ്ഞിട്ട് ആ പെൺപിള്ളേരെ ക്യാപ്ചർ ചെയ്യാനായിട്ട് അത് നോക്കാം എന്ന് പറഞ്ഞ് അവരെ ലോക്കാക്കി. ഇനി എങ്ങനെ പോകും? അവർ അറ്റാക്കിനായിട്ട് അതിനുള്ളിൽ വന്ന് അതെല്ലാം തടഞ്ഞ് പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് പുറത്തു വന്ന് അവരെ പിടിക്കാൻ ആയിട്ട് പോകുന്നു. അങ്ങനെ നിൽക്കെ ശിവൻ ബുദ്ധാൻ ലോട്ടസ് അത് ഉണ്ടാക്കി കഴിഞ്ഞിരുന്നു. അവരവിടെ വന്ന് നിന്ന് കണ്ടവടെ ഓടിപ്പോകാൻ നോക്കി. അവന് നേരെ അത് വിട്ട് രക്ഷപ്പെടാനായിട്ട് എന്തോ ഒരു ഗ്രൗണ്ട് സ്കില്ല് അത് യൂസ് ചെയ്യുകയാണ്. ഒരു ബെല്ല് പോലെ അതിനുള്ളില് അവൻ നിൽക്കെ ബുദ്ധാൻ ലോട്ടസ് നേരെ മുകളിലേക്ക് പോയി നേരെ അടിച്ച് താഴേക്ക് അത് പൊട്ടിക്കാനായിട്ട് നോക്കുകയാണ്. അവന് മാക്സിമം നോക്കി അവസാനം കഴിഞ്ഞില്ല. അതൊരു വലിയൊരു പൊട്ടിത്തെറിയായിട്ട് മാറി. അവിടെ ഒരു താമര വരുന്നത്. ശിവനോട് വന്ന് ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിക്കുക. അതെന്ന് ശിവന്. എന്നിട്ട് ആ സ്ഥലത്ത് പോയിട്ട് അവൻ്റെ നിന്ന് ആ സ്റ്റോറേജ് റൂം അതെടുക്കുകയാണ്. അതിൽ നല്ലതുണ്ടോ എന്ന് നോക്കി. വജ്ര ഗ്ലാസ് കൂടി എന്ന ഒരു സ്ക്രോള് അവൻ്റെ നല്ലതുണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞു നിൽക്കെ
മറ്റവനെ സൈഡാക്കിയിരുന്നു മാസ്റ്റർ. ഇനി അവരുടെ സൈഡിൽ നിന്ന് പ്രശ്നം വരില്ലായിരിക്കും. മാസ്റ്റർ അപ്പോൾ പെട്ടെന്ന് പോകാൻ അടുത്ത പ്രശ്നം വരുത്തണ്ട എന്ന് പറഞ്ഞു പോയി. അതിനുശേഷം രാത്രി ആ മാപ്പ് എല്ലാം വെച്ച് നോക്കി അതിലൊരു നോർമൽ മാപ്പ് പോലെ ആയിരുന്നു, ഒരു ഏൻഷ്യന്റ് മാപ്പായിട്ട് തോന്നിയില്ല. മാസ്റ്റർ എന്നാൽ ഇതിലെന്തോ മിസ്റ്റീരിയസ് ഉണ്ട്. അവൻ ഫോണിക്സ് വിഗ് ബ്ലഡ് അത് കൊടുത്ത പോലെ ഒന്നും നോക്കി, ഒന്നും നടന്നില്ല. ഒരു ഹെവൻലി ഫ്ലെയിം ആണല്ലോ എന്ന് ഓർത്തിട്ട് അങ്ങനെ വെച്ച് നോക്കിപ്പോട്ട് അതിലെന്തോ തെളിഞ്ഞു വരുന്നു. കൂടുതൽ കൊടുക്കാനായിട്ട് പറഞ്ഞ അവന് ചെയ്തു. അവസാനം അതിൽ നിന്ന് കുറച്ച് വാക്കുകൾ കാണിക്കുന്നു. ട്വിൻ മൂൺസ് ചേർന്ന് ഒരുമിക്കുന്നു, 9 സ്റ്റാറുകൾ എത്തുന്നു. ഷെവനേൻ്റെ അടുത്ത് സാക്ഷിക്ക് ആ ലോകത്തേക്ക് പുറത്തേക്ക് വരുന്നു എന്നായിരുന്നു അതിലുണ്ടായിരുന്നത്. അതെന്താണെന്ന് നമ്മളെ പോലെ ശിവന് മനസ്സിലായില്ല. മാസ്റ്റർ ഓരോന്നായിട്ട് പറയാനായിട്ട് തുടങ്ങി. സംഭവം അതെല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല. ഒരു 1000 വർഷം കൂടുമ്പോൾ നടക്കുന്നതാണ്. അങ്ങനെയെങ്കിൽ നമുക്കത് കിട്ടാൻ ചാൻസ് ഇല്ലല്ലേ. എന്നാൽ കണക്കൂട്ടൽ വെച്ച് ഇപ്പോൾ 997 ഡേയ്സ് ആയിട്ടുണ്ട്, വർഷമായിട്ടുണ്ട്. ഇനി 3 വർഷം കൂടി കഴിഞ്ഞാൽ അത് പുറത്തു വരികയെന്നാണ്. അങ്ങനെയെങ്കിൽ ഇതറിയാതെ ഒരുപാട് പവർഫുള്ളായ ഡൗക്കി മാസ്റ്റേഴ്സ് വരും. ശിവനൊക്കെ ഈ മാപ്പ് അതിൽ ഹെവൻലി ഫ്ലെയിം എവിടെയാണെന്നാണ് വിചാരിച്ചിരുന്നത്. എന്നാൽ അങ്ങോട്ടുള്ള ക്ലൂ മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതില്ലേലും ആ ഹെവൻലി ഫ്ലെയിം തേടി വരുമെന്ന് ഇപ്പോൾ മനസ്സിലായി. അവളാണ് മാപ്പിൽ നിന്ന് ഒരു പവർ അവൻ്റെ ഉള്ളിലേക്ക് കയറുന്നത്. മാസ്റ്റർ ടെൻഷനായിട്ട് അവനെ ഹീൽ ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. അവൻ്റെ ഉള്ളിലായിട്ട് ഹെവൻലി ഫ്ലെയിമിൻ്റെ തന്നെ എന്തോന്ന് അവിടെ കാണുന്നു. അവനെ അങ്ങോട്ട് വിളിക്കുന്നത് പോലെ അവൻ അങ്ങോട്ട് പോവുകയാണ്. ക്യൂൺവേർഡ്സ് ഈശ്യാനും വന്ന് കാര്യം ചോദിച്ച് മനസ്സിലായി. അവനെ കണ്ണു തുറന്നപ്പോൾ പിടിക്കാനായിട്ട് പോയി തൊടണ്ട. ചെയ്യുവന് എന്താന്ന് ഇനി ഞാൻ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. നമ്മൾ ഫസ്റ്റ് മീറ്റ് ചെയ്തപ്പോൾ തന്നെ എത്ര വയസ്സ്? അവന് 15 എന്ന് പറയാൻ. മാസ്റ്റർ ഞാൻ ഒന്ന് ടെൻഷനായി. നിന്നെ ആ മാപ്പിലുള്ള ഏൻഷ്യന്റ് സ്പിരിറ്റ് പൊസസ് ചെയ്തു വന്നു. അവനതിന് അവൻ്റെ ഉള്ളിലെ അങ്ങനെയുള്ള എന്തോന്ന് നടക്കാനായിട്ട് നോക്കി, നടക്കാനായിട്ട് നോക്കി. അവൻ്റെ സ്പിരിച്വൽ എനർജി തടഞ്ഞതുപോലെ അവൻ്റെ പ്യൂരിഫൈ ലോട്ടസ് ഫ്ലെയിം സെയിന്റിനെ പറ്റി ഒരു ഇൻഫർമേഷൻ കിട്ടി. അത് പറയുമ്പോൾ ഏൻഷ്യന്റ് റെക്കോർഡിലെ മാസ്റ്റർ നോക്കിയത് കൂടി വെച്ച് ആ ഹെവൻലി ഫ്ലെയിമിന് ഒരു ഓണർ ഉണ്ടായിരുന്നു, ഡൗഡിയോട് ക്ലോസ് ആയിട്ടുള്ള. എന്നാൽ ഡൗ സെമി ഗോഡായിട്ട് ഇതുവരെ വന്നിട്ടില്ല. ഡിയോന് അവൻ്റെ ഉള്ളിൽ കണ്ടത് വെച്ച് ഡൗസൺ മാസ്റ്റർ ആയിരുന്നു. എന്നിരുന്നാലും ആ ഹെവൻലി ഫ്ലെയിം അവനെ ഹർട്ട് ചെയ്യാൻ നോക്കിയിട്ടില്ല. ഫീച്ചർ വലിയ പ്രശ്നമാകില്ലായിരിക്കാം. എങ്കിലും ആ ഹെവൻലി ഫ്ലെയിം ടോപ്പ് 3 പവർഫുൾ ആയതാണ്. ഒരു 1000 ലെവലിലെങ്കിലും മിനിമം വേണം. ഇല്ലേ കണ്ടു നൽകാനേ കഴിയും. 3 വർഷം കൊണ്ട് 1000 എത്തണമെങ്കിൽ അത് ഇമ്പോസിബിൾ ആണ് എന്ന് പറയുമ്പോൾ മാസ്റ്റർ ബോധി ട്രീനെ പറ്റി പറഞ്ഞത് ഓർക്കുന്നില്ല. ഡയറക്റ്റ് 1000 എത്തിക്കും. എന്നാൽ അത് എവിടെയെന്നോ എത്ര പേര് വരുമെന്ന് അറിയില്ല. അവൻ്റെ കയ്യിൽ പണ്ടൊരിക്കലും ഒരു ബോഡി സീഡ് കിട്ടിയത് പറഞ്ഞിരുന്നല്ലോ. അത് ഓർത്ത് വയ്ക്കാനായിട്ട് ഞാൻ പറഞ്ഞിരുന്നു. അത് യൂസ് ചെയ്ത് എവിടെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ബോഡി ഹർട്ട് അതെടുക്കാൻ കഴിഞ്ഞാൽ വലിയ ഉപകാരമായിരിക്കും. ഇനി അവരുടെ യാത്ര ഏൻഷ്യന്റ് ബാർഗെയിനിങ് റീജിയനിലേക്കാണ്. അവരുമൊക്കെ പിറ്റേന്ന് അവിടെയുള്ള എല്ലാവരും വന്ന് എന്തോ കാണാനായിട്ട് നിൽക്കുകയാണ്. എന്താണെന്ന് കാണിക്കുന്നില്ല. അവിടെ വെച്ച് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഇനി എന്തൊക്കെയാണ് അടുത്ത എപ്പിസോഡ് കാണാം. ബൈ.